ആ ജനിച്ചു കഴിഞ്ഞ ആ ഒരു കുഞ്ഞിൻ്റെ മുഖമില്ലേ, എത്ര സുന്ദരമാണ്. നമ്മുടെ ഈ ഒരു നേഴ്സിംഗ്, ഡോക്ടർ, ആ ഒരു പ്രൊഫഷനിലൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷത്തോടെ കെയർ കൊടുത്തിട്ടുള്ളത് ആ ഒരു നിയോനാറ്റൽ കെയറൊക്കെ ആയിരിക്കും. അമ്മ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ ചേർത്ത് പിടിച്ച് മറോട് ചേർത്ത് പാല് കൊടുക്കുമ്പോൾ കുഞ്ഞ് അമ്മയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിക്കിടന്ന് പാല് കുടിക്കും. അത് എത്ര നേരം ആ അമ്മയ്ക്ക് നോക്കിയിരുന്നാലും മതി വരില്ല. അത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് ഒരമ്മയ്ക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ചെറുതായിട്ട് ചോറൊക്കെ വാരി കൊടുത്തു തുടങ്ങുമ്പോൾ പലതവണ കുഞ്ഞിനോട് പറ്റിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അമ്പിളിമാവനെ പിടിച്ചു തരാമെന്ന്. പിന്നീട് ഒരിക്കലും അങ്ങനെ പറഞ്ഞ അമ്പിളിമാമനെ പിടിച്ചു കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് കുഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ അമ്പിളിമാവനോട് തന്നെ പരാതി പറഞ്ഞേക്കാം, നിന്നെ പിടിച്ചു തരാമെന്ന് പറഞ്ഞവരെ ആരും ഞാൻ പിന്നെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഏറ്റവും സുന്ദരമായ ഒരു നമ്മുടെ പ്രൊഫഷനിലെ ഒരു കാലഘട്ടമാണ് നിയോനാറ്റൽ കെയർ. അത് ഏറ്റവും ആനുപാതികമായിട്ട് കുഞ്ഞുങ്ങൾക്ക്, അവസരോചിതമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതിന് നമ്മുടെ രാജ്യത്തും ഇൻ്റർനാഷണൽ ലെവലിലും ധാരാളം ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. സോ ഏറ്റവും മനോഹരമായി കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആ ഗൈഡ് ലൈൻസിന് ആനുപാതികമായി നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു റിട്ടേൺ ഗൈഡ് ലൈൻസ്, സ്റ്റാൻഡേർഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സിന് ഉണ്ടാവണം നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക്, ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അത് കൃത്യമായിട്ട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ബോഡീസ് ഓരോ തവണ ഗൈഡ് ലൈൻസിൽ കൃത്യത വരുത്തുന്നുണ്ട്. അത് ആനുപാതികമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ കൃത്യത വളർത്തണം. നമ്മുടെ ഹോസ്പിറ്റലിൽ വളരെ ആത്മാർത്ഥമായിട്ട് സജീവമായിട്ട് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് എത്രമാത്രം നല്ലതാണ് നാളത്തെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ. ആ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് ആ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു ഫീഡിങ് മാത്രമല്ലെന്നേ, അത് ആഹാരം മാത്രമല്ല കുഞ്ഞിനത്. അമ്മയുടെ സ്നേഹം, ഈ ലോകത്തിൻ്റെ സ്നേഹം, നാളത്തെ തലമുറയെ വാർത്തെടുക്കൽ അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നാളത്തെ തലമുറയെ വാർത്തെടുക്കാനുള്ള ബ്രസ്റ്റ് ഫീഡിങ് പ്രൊമോട്ട് ചെയ്യുന്ന, ബ്രസ്റ്റ് ഫീഡിങ് പ്രാക്ടീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. അതുപോലെ ഓരോ നിയോനാറ്റൽ കെയർ ഡെലിവറിയിലും നമുക്ക് കൃത്യമായ റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം. COP 11B says that neonatal care is in consonance with the national and international guidelines. വളരെ ശ്രദ്ധയോടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കുന്നതിന് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ കൃത്യമായ പ്രാക്ടീസുകൾ, ഗൈഡ് ലൈൻസ് നമുക്ക് കൊടുക്കാനാണ് COP 11B നമ്മളോട് പറയുന്നത്.